ഞാൻ മധുരക്കിഴങ്ങ് വാങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ മധുരക്കിഴങ്ങ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം. ഇതെങ്ങനെ നിങ്ങൾ ജ്യൂസ് അടിക്കുന്നത്? മധുരക്കിഴങ്ങ് കൊണ്ട് സാധാരണ മറ്റേ ഒന്ന് പുഴുങ്ങിയ ശേഷം സാധനം മിക്സിയിൽ അടിക്കും. പുഴുങ്ങിയിട്ട് നമ്മൾ തൂലഞ്ഞിട്ട് മിക്സിയിൽ അടിക്കുക. എന്നിട്ട് അതിൽ എന്താ ആഡ് ചെയ്യാം? അതിന് വാങ്ങി നമുക്ക് ബൂസ്റ്റ് കൂടി ആഡ് ചെയ്യാം. അതേമാതിരി അങ്ങനത്തെ നമ്മൾ എന്താ ഫേവർ മാറ്റിയെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസാണ് നിങ്ങളുടെ സ്റ്റാഫുകളൊക്കെ ഇവിടുന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആണല്ലേ? അപ്പം മധുരക്കിഴങ്ങ് കൊണ്ടും ജ്യൂസ് ഉണ്ടാക്കാം അല്ലേ? ഓക്കെ. മധുരക്കിഴങ്ങ് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് അടിക്കാം എന്നുള്ളത് എനിക്കിപ്പോൾ അടുത്ത് കിട്ടിയൊരു വിവരമാണ്. ഏതായാലും മധുരക്കിഴങ്ങ് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അതിൻ്റെ ഒരു ഉപയോഗം നമ്മൾ കൂട്ടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ജ്യൂസ് അടിച്ചുകൊണ്ട് രുചിയൂറും വിഭവമായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ കേട്ടപ്പം ഇനി അങ്ങോട്ട് മിക്ക ദിവസവും മധുരക്കിഴങ്ങ് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു കേട്ടോ. എന്നാൽ ഗുണങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കി കേട്ടോ. പോഷക സമ്പുഷ്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മധുരക്കിഴങ്ങ്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, പൊട്ടാസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നാരും അടങ്ങിയിട്ടുണ്ട്. നമ്മളറിയാം ഇതിൽ അടങ്ങിയിട്ടുള്ള ബീറ്റാ കരോട്ടിന് ഇത് നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ വൈറ്റമിൻ എ ആയിട്ട് അങ്ങ് പരിവർത്തനം ചെയ്യുക. നമ്മുടെ ശരീരത്തിന് വേണ്ട 100% വൈറ്റമിൻ എയും ഒരൊറ്റ സ്വീറ്റ് പൊട്ടാറ്റോ അല്ലാതെ നമുക്ക് ലഭ്യമാവും. 25% വൈറ്റമിൻ സിയും ഇത് നൽകും. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നമ്മളെ രോഗപ്രതിരോധ ശക്തിയൊക്കെ എത്ര ശക്തമാവും എന്നുള്ളത്. വൈറ്റമിൻ B6 ഏതാണ്ട് ചെറിയൊരു % ഇത് നൽകും. 25% നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള മാംഗനീസ് ഒരൊറ്റ സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടും. ഒരു മാംഗനീസ് കൊണ്ടുള്ളൊരു മെച്ചം എന്താണെന്ന് പറയുക, അത് നമ്മുടെ സെക്ഷൽ പവർ വർദ്ധിപ്പിക്കും, നമ്മുടെ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കും, ശക്തമായിട്ടുള്ള എല്ലുണ്ടാക്കാനും മാംഗനീസ് നല്ല ഹെൽപ്ഫുള്ളാണ്. ഏതാണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട 20% കോപ്പറും ഇത് സപ്ലൈ ചെയ്യും. ഈ കോപ്പർ നമ്മളെ ചുവന്ന രക്താണുക്കൾ നിർമ്മിതിയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നൊരു എലിമെൻ്റാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ നിലനിർത്താനൊക്കെ സഹായിക്കുന്ന പൊട്ടാസ്യവും ഒരു ചെറിയ ശതമാനത്തിൽ നമ്മൾ ഈ ഒരു മധുരക്കിഴങ്ങ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കും. മധുരമുള്ള മധുരക്കിഴങ്ങ് എങ്ങനെ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്? നിങ്ങൾ സംശയം തോന്നാതിരിക്കില്ല. പക്ഷേ ഈ മധുരക്കിഴങ്ങിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ്, ഷുഗറിൻ്റെ അളവ് വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പ്രമേഹ രോഗം വരാതിരിക്കാനും പ്രമേഹമുള്ളവർക്കും വളരെ സേഫായിട്ടുള്ള രുചിയൂറും വിഭവം കൂടിയാണ് ഈ മധുരക്കിഴങ്ങ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സൊലുബിളായിട്ടുള്ളതും ഇൻസൊലുബിളായിട്ടുള്ളതും ഇത് അലിഞ്ഞു പോകുന്നതും അലിഞ്ഞു പോവാത്തതുമായിട്ടുള്ള നാര് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു 14% സപ്ലൈ ചെയ്യാൻ ഒരൊറ്റ മധുരക്കിഴങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സംഭവം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ദഹന വ്യവസ്ഥ അടിപൊളിയാവുകയും ചെയ്യും. നമുക്ക് വയറ് ഫില്ലായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരുപാട് വൈറ്റമിൻസും എല്ലാത്തിനും മറ്റൊരു റോള് കൂടിയുണ്ട്. ഇത് ശക്തമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യത്തിന് മറ്റൊരു മെച്ചമുണ്ട്. എന്താണെന്നറിയോ? അത് നമ്മുടെ ഹൃദയത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യുക കൂടിയും ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കുറക്കാനും ഈ മധുരക്കിഴങ്ങ് സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും. നല്ല സൗന്ദര്യമുള്ള തൊലിക്ക് ഈ മധുരക്കിഴങ്ങ് എങ്ങനെ സഹായിക്കുന്നതെന്നറിയോ? അതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടല്ലോ. ഈ വൈറ്റമിൻ സി എന്താ ചെയ്യുക? നമ്മുടെ ശരീരത്തിൻ്റെ ചുറുചുറുക്ക് നിലനിർത്തുന്ന ഈ തൊലിയുടെ കൊളാജനുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. രണ്ടാമത്തേത് എന്താണ്? ഈ ബീറ്റാ കരോട്ടിൻ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ബീറ്റാ കരോട്ടിന് നമുക്ക് സൂര്യാഘാതത്തിൽ നിന്നൊക്കെയുള്ള പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സംഭവമാണ്. സ്വീറ്റ് പൊട്ടാറ്റോയിൽ ഞാൻ പറഞ്ഞു നാരടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കലോറിയും വളരെ കുറവാണ്. അപ്പോൾ എന്തായിരിക്കും? അത് നമ്മളെ വെയിറ്റ് ലോസിനും വളരെ ഹെൽപ്ഫുള്ളാണ്. സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസിനെ കുറിച്ച് നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഒരു സഹോദരൻ പറയുകയുണ്ടായി. മറ്റൊരു ജ്യൂസ് കൂടി ഞാൻ നിങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റീവായിട്ട് പറഞ്ഞുതരാണ് സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ. അതിനുവേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് 1-2 സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ 1-2 ആപ്പിൾ വേണേൽ കുറച്ചുകൂടി ഒന്ന് രുചി കൂട്ടാൻ വേണ്ടി, പിന്നെ കുറച്ച് വെള്ളം, അതിനെല്ലാം കൂടി മിശ്രിച്ചിട്ടൊരു സന്തുലിതമായി എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു ലെമൺ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു ജ്യൂസ് അടിച്ച് നോക്കാം. പിന്നെ ഈ ജ്യൂസ് അടിക്കുമ്പോൾ നിങ്ങൾ വേവിക്കണമെന്ന് നിർബന്ധമല്ലല്ലോ, വേവിക്കാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. എന്താ, ആദ്യം നിങ്ങൾ ഒരു നല്ല മധുരക്കിഴങ്ങ് എടുക്കുക. അത് വേവിച്ചിട്ടാണെങ്കിൽ വേവിച്ചിട്ട് എടുക്കുക, വേവിക്കാതെ വേണമെങ്കിൽ വേവിക്കാതെ എടുക്കുക കേട്ടോ. നിങ്ങൾ അതിൻ്റെ തൊലി മൊത്തം കളയുക. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ജ്യൂസ് അടിക്കാൻ പാകത്തുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ഒരു പാത്രത്തിലിടുക. എന്നിട്ട് ഒരു ആപ്പിൾ എടുത്തിട്ട് അത് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് ചെറുനാരങ്ങ എടുത്തിട്ട് നന്നായി വാഷ് ചെയ്ത് അടും മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ കുരുക്കളൊക്കെ കളഞ്ഞിട്ട് വേണം അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾക്കതിൽ എത്രമാത്രം രുചി കിട്ടണോ ആ രുചി കിട്ടേണ്ട പാകത്തിൽ ഇതിലേക്ക് ഇടുക. എന്നിട്ട് നിങ്ങൾ കഷ്ണമാക്കി വെച്ച ആ ഒരു സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ
കഷ്ണങ്ങൾ ആദ്യം ജ്യൂസിലേക്ക് ഇട്ട് നന്നായിട്ട് അടിക്കുക. എന്നിട്ട് അതിലേക്ക് ആപ്പിൾ ഇട്ട് അടിക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുനാരങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ജ്യൂസായിട്ട് മിക്സ് ആയിട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, എന്നിട്ട് ഈ ജ്യൂസിലേക്ക് നിങ്ങൾക്ക് ആവശ്യാനുസരണം കുറച്ച് വെള്ളം ചേർക്കുക. നിങ്ങൾക്ക് എത്രമാത്രം തിക്കായി കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം അടിക്കുക, ഇനി ലൂസായിട്ടാണ് കിട്ടണമെങ്കിൽ അതടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തണുത്തത് കഴിക്കണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും ചേർത്ത് അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ സംഗതി ഇത് അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നിങ്ങളുടെ ജ്യൂസ് റെഡി. മുമ്പ് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ, കാരണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ട് ഇങ്ങോട്ട് അടിപൊളി രുചിയുള്ള ഹെൽത്തി വിഭവമായിട്ട് മാറണമല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ട് സെർവ് ചെയ്ത് നോക്കി. ഷൂ എല്ലാവരും നിങ്ങൾ അടിപൊളി ആണ് എന്ന് പറയും. തീർച്ചയായിട്ടും മധുരക്കയും കൊണ്ട് ഇനിയും ഒരുപാട് ഉപകാരപ്പെടുന്ന ഗുണങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ എന്തെങ്കിലും സംശയങ്ങൾ വരേണ്ട അടിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കുന്നതാണ്. ഓക്കെ, ബൈ 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 ബൈ.